നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മാഡത്തിനെ എനിക്കറിയില്ല. ഒരു കാര്യം ഉറപ്പാ, ഇതെന്റെ ചെറിയ മാമ മുരുകൻ തന്നെയാ. പക്ഷേ എന്തുകൊണ്ടോ സത്യം പുറത്തു പറയാൻ മുരുകമാമ മടിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് നാം മനസ്സിലാവാത്ത? ഏട്ടൻ എന്തായാലും കള്ളം പറയില്ല. മാഡത്തിന് എന്തോ തെറ്റ് പറ്റിയതാണ്. അധിക നേരം ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ദൈവമേ, ഇവിടെ നിന്ന് മാഡം ഒന്ന് പോയി കിട്ടിയിരുന്നെങ്കിൽ. മാഡം, സോറി ലത. ലതയുടെ ഹസ്ബൻഡ് പറയുന്നതും ശരിയാ. എന്തെങ്കിലും സാദൃശ്യം എന്റെ കൃഷ്ണമാമയായി എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് യാദൃശ്ചികമായിരിക്കാം. തെറ്റ് പറ്റിയത് എനിക്കാ, സോറി. ലത ഓഫീസിലേക്ക് വരാൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇറങ്ങിയാലോ? എന്റെ ഓരോരോ അബദ്ധങ്ങളെ എടുത്തടിച്ചിങ്ങനെ ചോദിക്കാൻ പോലും പാടില്ലായിരുന്നു. ലതയും ബുദ്ധിമുട്ടിച്ചു. സോറി ലത. അയ്യോ, സോറി ഒന്നും പറയല്ലേ മാഡം. സർ, സോറി സർ, ഞങ്ങൾ ഇറങ്ങാം. സത്യത്തിൽ തെറ്റ് പറ്റിയെന്ന് വിശ്വസിച്ചാണോ സുന്ദരി പോയേക്കുന്നത്? അതോ തെളിവ് സഹിതം വന്ന് ഞാൻ ആരാണെന്ന് ബോധ്യപ്പെടുത്താനുള്ള പരിപാടിയാണോ? എന്താണ് ഉദ്ദേശമെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. മാസ്റ്റർ, ആഹാ, ആളെത്തിയോ? വാ വാ. മാസ്റ്റർ ഇങ്ങ് വന്നേ. ആഹാ, ഇതെന്താ പൊതിയില്? ദാ കണ്ടോ? ഇത് മുഴുവൻ ആ മാസ്റ്ററിന് കഴിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നതാ. മോൾക്ക് ഇതെല്ലാം കൂടി എവിടുന്ന് കിട്ടി? ഇത് വീട്ടിലുണ്ടാക്കിയതാണെന്ന് തോന്നുന്നുണ്ടല്ലോ. അതെ, വീട്ടിലുണ്ടാക്കിയ തന്നെയാ. എന്റെ ചെറിയച്ഛമ്മ എനിക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടുവന്നതാ. ഞാനത് ആരും കാണാതെ മാസ്റ്ററിന് വേണ്ടി ബാഗിൽ വെച്ചു. മോഷണം അല്ലേ? മോഷണമൊന്നുമല്ല, എനിക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നതേ മാസ്റ്ററിനും കൂടി തന്നു. അതെങ്ങനെയാ മാസ്റ്റർ മോഷണമാവുന്നേ? ആ, അത് മോഷണമല്ല, സ്നേഹം പങ്കുവയ്ക്കല.
ദാ കഴിക്കും മാസ്റ്ററെ. ദാ കഴിക്ക്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? സൂപ്പർ. ഇതെല്ലാം എന്റെ ചെറിയച്ചമ്മ ഉണ്ടാക്കിയതാ. ഇതെല്ലാം ഞാൻ മാസ്റ്ററിന് വേണ്ടി കൊണ്ടുവന്നതാ. ഇത് മൊത്തം മാസ്റ്റർ കഴിക്കണം കേട്ടോ. അയ്യോ, ഇതെല്ലാം കൂടി ഞാൻ എങ്ങനെയാ കഴിക്കുന്നത്? മാസ്റ്റർ വലിയ ആളല്ലേ, അപ്പൊ ഇത് മൊത്തം കഴിക്കാം. ദേ, ഇതെല്ലാം കൂടി ഒറ്റയടിക്ക് കഴിക്കാൻ പറ്റില്ല. കുറച്ച് നമുക്ക് മോളുടെ ഫ്രണ്ട്സിനും കൂടി കൊടുക്കാം. ഉം? വേണ്ട, ഞാനിത് കൊണ്ടുവന്നത് മാസ്റ്ററിന് വേണ്ടിയല്ലേ. മാസ്റ്റർ ഇത് കഴിച്ചേ പറ്റൂ. ഇത് വേറെ ആർക്കെങ്കിലും കൊടുത്തു എന്നറിഞ്ഞാ അതോടെ തന്നെ മാസ്റ്ററിനോട് പിണങ്ങും. എങ്കിൽ ഒരു കാര്യം ചെയ്താലോ, കുറച്ച് കഴിച്ചിട്ട് ബാക്കി മാസ്റ്റർ വീട്ടിൽ കൊണ്ടുപോയി കഴിച്ചാലോ? ഉം? എന്നാ മാസ്റ്റർ പൊതിനെടുത്ത് ബാഗിൽ വെച്ചോ. ഞാൻ ക്ലാസ്സിലോട്ട് പോട്ടെ. വേഗം ചെല്ല. ലഞ്ച് ടൈമിന് വരാവേ. ബൈ. മാഡം, ഏട്ടൻ ഇങ്ങനെ തീർത്ത് പറയുമ്പോ നമ്മൾ എന്ത് പറയാനാ മാഡം? പുള്ളിക്കാരൻ എത്രയൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു മാറിയാലും എനിക്ക് നന്നായിട്ട് അറിയാം ലത. ലതയുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് എന്റെ ചെറിയ മാമയാ. മാഡം, മാഡത്തിന്റെ കൃഷ്ണമാമയും എന്റെ ഏട്ടനും ഒരുപോലെ തന്നെയാ ഇരിക്കുന്നത്. പേരും മുരുകനെന്ന് തന്നെയാ. എനിക്കത് മനസ്സിലാകും. ഞാനല്ല എന്ന് ഏട്ടൻ തീർത്ത് പറയുമ്പോ എനിക്കും അത് തന്നെ വിശ്വസിക്കാൻ തോന്നുന്നുള്ളൂ. മാഡത്തിന് അറിയാലോ ഏട്ടൻ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന്. ഇങ്ങനെയൊരു പഴയ ചരിത്രം ഏട്ടനുണ്ടെങ്കിൽ എന്നോടത് മറച്ചു വയ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും ഏട്ടൻ എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ലതയുടെ ഹസ്ബൻഡ് ഇക്കാര്യങ്ങളൊക്കെ പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. ചെറുപ്പത്തിലെ മുരുകമാമ പുല്ലാറ്റിൻകരയിൽ നിന്ന് നാട് വിട്ടതിന് അതിൻ്റെതായ കാരണമുണ്ട് ലത. നാട്ടിലുണ്ടായ ഒരു വലിയ പ്രശ്നം. അതിലിടപെട്ട ചെറിയ മാമ അവിടുത്തെ 2 നാട്ടുപ്രമാണികളെ വെട്ടി. മാഡം ഈ പറഞ്ഞത് ഞാൻ ഒരിക്കലും സമ്മതിച്ചു തരില്ല. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും എന്റെ ഏട്ടനാവില്ല. മാഡം ഉദ്ദേശിക്കുന്ന ആളെ ആയിരിക്കില്ല എന്റെ ഏട്ടൻ. അങ്ങനെ അങ്ങ് തീരുമാനിക്കുന്നതിന് മുമ്പ് ഞാൻ പറയാൻ പോകുന്നത് ലതയെന്ന് കേക്ക്. എനിക്ക് എന്റെ ഏട്ടനെ നന്നായിട്ട് അറിയാം മാഡം. ഒരാൾ ഇങ്ങോട്ട് തല്ലാൻ വന്നാൽ പോലും ഒഴിഞ്ഞു മാറുന്ന ആളാ. അത്തരം കാര്യങ്ങളോടൊക്കെ പേടിയാ പുള്ളിക്കാരന്.